Stories of marketing in touch with positive people. പവർ ഓഫ് ഡിസ്ട്രിബ്യൂട്ടർ 10ാമത്തെ എപ്പിസോഡിലേക്ക് എൻ്റെ പ്രിയപ്പെട്ട എല്ലാ വ്യൂവേഴ്സിനും സ്വാഗതം, നമസ്കാരം. ഒരു സ്റ്റാഫിനെ ഏതൊക്കെ രീതിയിൽ മോട്ടിവേറ്റ് ചെയ്താൽ നല്ല സ്റ്റാഫുകളെ അവിടെ തന്നെ നമുക്ക് നിലനിർത്താൻ സാധിക്കും. ഈ നല്ല സ്റ്റാഫുകളെ അവിടെ തന്നെ നിലനിർത്തുക എന്ന് പറയുമ്പോൾ വളരെ കുറച്ച് കാലങ്ങളായിട്ട് ആ കസ്റ്റമറുമായിട്ട്, ആ സ്പെസിഫിക് ആയിട്ടുള്ള റീറ്റെയിൽ കസ്റ്റമറായിട്ട് ഡീല് ചെയ്യുന്നവരായിരിക്കാം. ആര്? ഈ റീറ്റെയിലർ. ആരാ ഡീൽ ചെയ്യുന്നത്? ഈ എക്സിക്യൂട്ടീവ്സ്. ഈ എക്സിക്യൂട്ടീവ് കാലങ്ങളായിട്ട് ആ റീറ്റെയിൽ ഷോപ്പുകാരനായിട്ട് ഡീല് ചെയ്യുന്നവരായിരിക്കാം ഈ ഡിസ്ട്രിബ്യൂട്ടറെ കൂടെ നിൽക്കുന്ന എക്സിക്യൂട്ടീവ്. എന്താണ് ഇതിൻ്റെ പ്രത്യേകത? ഡയറക്റ്റ് മാർക്കറ്റിംഗ്, റീറ്റെയിൽ മാർക്കറ്റിംഗ്. ഡയറക്റ്റ് മാർക്കറ്റിങ്ങും റീറ്റെയിൽ മാർക്കറ്റിങ്ങിനെ കുറിച്ച് ഒന്ന് പറഞ്ഞു വെച്ചിട്ട് ഇതിൻ്റെ കാര്യത്തിലേക്ക് നമുക്ക് വരാം. ഡയറക്റ്റ് മാർക്കറ്റിങ്ങിൽ നമുക്ക് വിൽക്കപ്പെടേണ്ടത് കുറച്ച് ഡേറ്റകൾ മാർക്കറ്റിൽ നിന്ന് കളക്ട് ചെയ്യപ്പെടുകയും അത് ഫോളോ അപ്പ് ചെയ്യുകയും. ഫോർ എക്സാമ്പിൾ, ഒരു ബെഡ് നിങ്ങൾക്ക് വിൽക്കാനുണ്ട്. നിങ്ങൾ വിൽക്കുന്നത് ഡയറക്റ്റ് മാർക്കറ്റിങ്ങിലൂടെയാണ്. അല്ലെങ്കിൽ ഒരു മൊബൈൽ ഫോൺ, വാട്ടർ പ്യൂരിഫയർ, ഡയറക്റ്റ് മാർക്കറ്റിങ്ങിലൂടെയാണ് വിൽക്കുന്നത്. നിങ്ങൾ എൻക്വയറി ചെയ്ത് കുറേ അഡ്വർടൈസ്മെൻറ്റ് കൊടുത്ത് അല്ലെങ്കിൽ ഡയറക്റ്റ് ഒരു കസ്റ്റമറെ മീറ്റ് ചെയ്ത്, അത് ഡയറക്റ്റ് ഒരു പേഴ്സൺ ആയിരിക്കും, അയാളെ ആ കസ്റ്റമറെ നേരിട്ട് മീറ്റ് ചെയ്ത് ആ ബിസിനസ് ക്ലോസ് ചെയ്യുന്നു, പൈസ കമ്പനിയിൽ ഏൽപ്പിക്കുന്നു, നിങ്ങൾക്ക് ശമ്പളം കിട്ടുന്നു. പിന്നെ ആ സ്പെസിഫിക് ആയിട്ടുള്ള കസ്റ്റമറായിട്ട് നിങ്ങൾക്ക് റിലേഷൻ വരുന്നുണ്ടോ? നിങ്ങൾ പിന്നെ അടുത്ത കസ്റ്റമർക്ക് വേണ്ടിയാണ് ഡയറക്റ്റ് മാർക്കറ്റിംഗ് ശ്രമിക്കുന്നത്. ഇതേപോലെ തന്നെ റീറ്റെയിൽ മാർക്കറ്റിംഗിൽ എന്താണ് സംഭവിക്കുന്നത്? നിങ്ങൾ ഒരു മാസം ഒരു പ്രോഡക്റ്റ് ഒരു കസ്റ്റമറിന് കൊടുത്തു, നിങ്ങൾ വിറ്റു, അതിൻ്റെ പൈസ വാങ്ങിച്ചു. നെക്സ്റ്റ് വീക്കിൽ ആ കസ്റ്റമറെ തന്നെ നിങ്ങൾ മീറ്റ് ചെയ്യുന്നുള്ളൂ. ആ കസ്റ്റമർ പ്രോഡക്റ്റ് തീരുമ്പോൾ ആ റീറ്റെയിലർ നിങ്ങളോട് ആവശ്യപ്പെടും, നിങ്ങൾ അന്ന് എക്സിക്യൂട്ടീവ് അവിടെ പോവും, ഓർഡർ ഇട്ട് കൊടുക്കും. ശരിയാണോ? അപ്പോൾ ഈ ഡയറക്റ്റ് മാർക്കറ്റിങ്ങിലും റീറ്റെയിൽ മാർക്കറ്റിങ്ങിലും ഒരു വ്യക്തിബന്ധം, സ്പെസിഫിക് ആയ വ്യക്തിബന്ധങ്ങൾ, റിലേഷൻ ബിൽഡപ്പ് ചെയ്യപ്പെടുന്നുണ്ട്, ട്രസ്റ്റ് ബിൽഡപ്പ് ചെയ്യുന്നുണ്ട്. അവിടെ ഇല്ലേ? ഉണ്ടല്ലോ. ആ റീറ്റെയിൽ ഷോപ്പിലേക്ക് ഈ സ്പെസിഫിക് ആയ എക്സ് എന്നുള്ള എക്സിക്യൂട്ടീവ്, അല്ലെങ്കിൽ എൻ്റെ പേര് ജയകൃഷ്ണൻ എന്നാൽ ഞാൻ സ്ഥിരമായി ആ റീറ്റെയിൽ ഷോപ്പിലേക്ക് പോകുന്നു. 4 ദിവസം കഴിഞ്ഞ് ആ റീറ്റെയിലിൻ്റെ ഓണർ, ജയകൃഷ്ണൻ ഇന്ന പ്രോഡക്റ്റ് തീർന്നിരിക്കുകയാണ്, എത്തിച്ചിട്ടില്ല. ഞാൻ എത്തിച്ചേരാം സാറേ, ഇപ്പം തന്നെ ഞാൻ വിളിച്ചു പറയാം, ഓർഡർ ഇട്ടോളൂ, ഇപ്പം തന്നെ ഓർഡർ സെഷനിലേക്ക് കൊടുത്തിട്ട് അത് പാസ് ഔട്ട് ചെയ്ത് സഡനായിട്ട് സപ്ലൈ കൊടുക്കുന്നു. റിലേഷൻ ബിൽഡപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നു. പിന്നെ വേറെ ഒരു പ്രോഡക്റ്റ് തീരുന്നു, വീണ്ടും അദ്ദേഹം വിളിക്കുന്നു, ജയകൃഷ്ണ ഇന്ന പ്രോഡക്റ്റ് തീർന്നിരിക്കുന്നു, അപ്പോൾ അത് ഓർഡർ എന്നാൽ സപ്ലൈ വണ്ടിയുള്ള പെട്ടെന്ന് എത്തിച്ചു തരണം, അല്ലെങ്കിൽ ഒരു പാഴ്സലായിട്ട് അയച്ചു തരണം. ഞാൻ എത്തിച്ചു കൊടുക്കുന്നു. പിന്നെ അവിടെ വന്ന് പേയ്മെൻറ്റ് മേടിക്കേണ്ട കേസിനുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് പറയുന്നു, ജയകൃഷ്ണ ഇന്നിപ്പോൾ പേയ്മെൻറ്റ് ഉണ്ടാവില്ല, നാളെ ഒന്ന് വന്നേക്ക്, ആ ചെക്ക് തന്നേക്കാം. നാളെ വന്ന് ഞാൻ ചെക്ക് മേടിക്കുന്നു, അല്ലെങ്കിൽ ഫോളോ അപ്പ് ചെയ്യുന്നു. ഈ ഒരു റിലേഷൻ 1 ദിവസമല്ല, 2 ദിവസമല്ല, 5 ദിവസമല്ല, 1 മാസമല്ല, 1 വർഷമല്ല, 3 വർഷമല്ല, 4 വർഷമല്ല, റിലേഷൻ, ഒരു ലോങ് റിലേഷൻ ഒരു റീറ്റെയിലർ ഷോപ്പിന് കിട്ടുകയാണ്. അപ്പോൾ ഇതുപോലെ റിലേഷൻ വരുമ്പോൾ, ഈ റിലേഷൻ ബ്രേക്ക് ചെയ്യുമ്പോൾ വേറൊരു എക്സിക്യൂട്ടീവ് അവിടെ വരുമ്പോൾ, വേറൊരു മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് അവിടെ വരുമ്പോൾ, ഇയാൾ നന്നായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു, ശമ്പളത്തിൻ്റെയോ എന്തെങ്കിലും ഒരു പ്രശ്നത്തിലായാലും ഇട്ടിട്ട് പോകുന്നു, വേറെ സ്ഥാപനത്തേക്ക് പോകുന്നു. അപ്പോൾ ഈ റിലേഷൻ ബ്രേക്ക് ചെയ്യുമ്പോൾ ഈ എക്സിക്യൂട്ടീവ് വേറൊരു പ്രോഡക്റ്റായിട്ട് വരുമ്പോൾ ഈ റീറ്റെയിൽ ഷോപ്പുകാരൻ അയാളിൽ നിന്ന് എടുക്കാനുള്ള ഒരു പോസിബിലിറ്റി കൂടുതലുണ്ട്, അങ്ങനെ ഞാൻ പറയുന്നുള്ളൂ. പക്ഷേ ഒരു പ്രോഡക്റ്റ്, അതിൻ്റെ ക്വാളിറ്റി, കമ്പനി, ആ കമ്പനിയുടെ ആറ്റിറ്റ്യൂഡ്, ഇതൊക്കെ നോക്കിയിട്ടാണെങ്കിൽ പോലും ആ എക്സിക്യൂട്ടീവായിട്ട് കുറേ കാര്യങ്ങൾ അയാൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. എന്തൊക്കെ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്? അയാളായിട്ടുള്ള റിലേഷൻ, അയാളായിട്ടുള്ള ബന്ധങ്ങൾ, പേയ്മെൻറ്റിൻ്റെ കാര്യങ്ങൾ, ഇതിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ റീറ്റെയിൽ ഷോപ്പുകാരൻ അവർ പരസ്പരം മനസ്സിലാക്കിയിട്ടുണ്ട്, ഇല്ലേ? അപ്പം അങ്ങനെ വരുമ്പോൾ
ആ റിലേഷൻ കുറച്ചുകൂടി എന്തായി വരും? സ്ട്രോങ് ആയിട്ട് വരും. മനസ്സിനകത്ത് കുറച്ചുകൂടി സ്ട്രോങ് റിലേഷൻ അവിടെ ബിൽഡപ്പ് ചെയ്യും. അങ്ങനെയുള്ള റിലേഷൻ ബിൽഡപ്പ് ചെയ്യുമ്പോൾ കൂടുതൽ ബിസിനസ്സിലേക്ക് ആ റീറ്റെയിലുകാരനെ കൊണ്ടുവരാനും ഈ എക്സിക്യൂട്ടീവിന് സ്ഥിരമായി നിൽക്കുന്ന ആൾക്ക് ഉണ്ടായിരിക്കും. അതുകൊണ്ടാണ് പറയുന്നത്, ഡിസ്ട്രിബ്യൂട്ടർ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്ന എക്സിക്യൂട്ടീവ് ആണെങ്കിൽ ഒരു നല്ല അവിടെ തന്നെ നിലനിർത്താൻ നോക്കണം. അപ്പോൾ നിലനിർത്താൻ നോക്കുമ്പോൾ ഉള്ള ഒരു പ്രശ്നം എന്താണ്? ഒരു ഡിസ്ട്രിബ്യൂട്ടറുടെ എയിം എന്താണ്? ഒരു സ്റ്റാഫിൻ്റെ എയിം എന്താണ്? അതുകൂടി ഒന്ന് മനസ്സിലാക്കി വയ്ക്കാം. നിങ്ങളുടെ ലക്ഷ്യത്തോടൊപ്പം അവരുടെ ലക്ഷ്യങ്ങൾക്കും നിങ്ങൾ പ്രാധാന്യം കൊടുക്കുക എന്നുള്ളതാണ്. നിങ്ങളെന്ന ഡിസ്ട്രിബ്യൂട്ടറുടെ പരമപ്രധാനമായ ലക്ഷ്യം വളരെ കൂടുതൽ പ്രോഡക്റ്റുകൾ ഡീല് ചെയ്യണം, വളരെ കൂടുതൽ ടേൺ ഓവർ ഉണ്ടാക്കണം, സെയിൽസ് ഉണ്ടാക്കണം. സെയിൽസ് പോകുന്നതനുസരിച്ച് കളക്ഷൻ ഇൻഫ്ലോ, ക്യാഷ് ഇൻഫ്ലോ വരണം. നല്ല കഴിഞ്ഞ വർഷത്തേക്കാൾ ബിസിനസ് സ്കെയിലപ്പ് ചെയ്ത് ഗ്രോത്തിലേക്ക് കൊണ്ടുവരാൻ ഈ എക്സിക്യൂട്ടീവിന് എല്ലാവർക്കും കഴിയണം. പേയ്മെന്റ് കൃത്യമായിട്ട് കിട്ടണം. ഞാനെന്ന ഡിസ്ട്രിബ്യൂട്ടർ വളരെയധികം പ്രോഫിറ്റബിൾ ആയിട്ട് കുറച്ചുകൂടി വലിയ ഒരു ഓഫീസിലേക്ക് മാറി വളരെയധികം സ്ട്രോങ് ആയിട്ട് ഒരു ഓട്ടോമേഷൻ സംവിധാനത്തിലൂടെ ഓഫീസ് സംവിധാനമൊക്കെ പോകുന്ന രീതിയിൽ വളരെ ഡൈനാമിക് ആയിട്ട് എനിക്ക് വളരണം. അതുപോലെ ഗ്രോത്ത് ചെയ്യണം, ടേൺ ഓവർ ചെയ്യണം. ഒരു 50 കോടി ഒരു വർഷത്തിലേക്ക് എനിക്ക് വരണം, അല്ലെങ്കിൽ ഒരു 100 കോടി വർഷത്തേക്ക് വരണം. നിങ്ങളുടെ വർക്ക് ചെയ്യാൻ വരുന്ന നിങ്ങളുടെ സ്റ്റാഫുകൾ, എസ്പെഷ്യലി മാർക്കറ്റിംഗ് സ്റ്റാഫുകൾക്കും ഇതുപോലുള്ള മനോഹരമായ ലക്ഷ്യങ്ങളുണ്ടാകാം. അയാളുടെ ലക്ഷ്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ബിസിനസ് ഉണ്ടാക്കി തരിക എന്നുള്ളതാണ്. ആ ലക്ഷ്യം അയാൾ എന്തിന് കൊണ്ട് നടക്കുന്നു? അയാളുടെ ബാക്ക് ഹിസ്റ്ററിയിൽ അയാൾക്ക് വലിയൊരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ അയാൾക്ക് പണം ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് അയാൾ നിങ്ങളുടെ ലക്ഷ്യം കൈവരിക്കാൻ വേണ്ടി സിൻസിയറായിട്ട് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അയാളുടെ ലക്ഷ്യം എന്താണ്? കൂടെ നിൽക്കുന്നവരുടെ ലക്ഷ്യങ്ങൾ എന്താണ്? അവൻ്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് എന്താണ്? അവൻ്റെ സാമ്പത്തിക സ്രോതസ് ഇത് മാത്രമാണോ? അവൻ എങ്ങനെ ജീവിക്കുന്നു ഒരു മാസം? അതിനൊരു എംപതറ്റിക് ആറ്റിറ്റ്യൂഡോടെ പെരുമാറാൻ ഒരു ഡിസ്ട്രിബ്യൂട്ടർക്ക് കൈവരിക്കണം. ഒരാളോട്, ഒരു വ്യക്തിയോട്, ഒരു മനുഷ്യരോട് സഹാനുഭൂതിയും സ്നേഹവും എന്നെപ്പോലെ തന്നെയാണ് അവനും എല്ലാ ഫീലിങ്ങുകളും എന്ന് മനസ്സിലാക്കി അയാളെ ആ ഡിസ്ട്രിബ്യൂട്ടറുടെ അടുത്ത് നിൽക്കുന്ന എക്സിക്യൂട്ടീവ്സിനെ, ഇത് കമ്പനിയുടെ കേസിലായാൽ പോലും അവരെ കൂടി മനസ്സിലാക്കാൻ സാധിക്കണം. അവരെ കൂടി നിങ്ങൾ ഗ്രോത്ത് ചെയ്യിപ്പിക്കണം. സാമ്പത്തികമായി സ്ട്രോങ് ആക്കി മാറ്റാൻ സാധിക്കണം. സാമ്പത്തികമായി അയാളെ കൂടി, സ്റ്റാഫുകളെ കൂടി നിങ്ങൾ സ്ട്രോങ് ആക്കി മാറ്റുമ്പോൾ അവർ നിങ്ങളുടെ ഒപ്പം നിൽക്കും. ഡെഫിനറ്റായിട്ടും അവർ നിങ്ങളുടെ ഒപ്പം നിന്നിരിക്കും. നിങ്ങളുടെ ഗ്രോത്ത് സ്റ്റേജിൽ, നിങ്ങൾ ഒരു ബിസിനസ് തുടങ്ങി ഉള്ള സ്റ്റേജുകളിലൊക്കെ ഒരു 2 വർഷം കഴിഞ്ഞിട്ടൊക്കെ ഒരു എക്സിക്യൂട്ടീവ് ഇട്ടിട്ട് പോവുകയാണെങ്കിൽ ഭയങ്കര പ്രശ്നമാണ്. അപ്പോൾ ശരിക്കും ഒരു ഡിസ്ട്രിബ്യൂട്ടർ നെറ്റ്വർക്ക് ശരിക്കും ഗ്രോത്തിലേക്ക് വരണമെങ്കിൽ ഒരു 5 വർഷം 10 വർഷം നന്നായിട്ട് ബിസിനസ് ചെയ്താൽ നല്ല ഗ്രോത്തിലേക്ക് വരും. അതിന് മുമ്പ് ഇട്ടിട്ട് പോകുന്നവരാണെങ്കിൽ അത്ര വലിയ ഗ്രോത്തിൽ അവർക്കുണ്ടാവുകയില്ല. അത് കൃത്യമായ ഫിനാൻഷ്യൽ കാര്യങ്ങൾ കൺട്രോൾ ചെയ്യാൻ പറ്റാത്തത് കൊണ്ടും ബിസിനസ് ഗ്രോത്ത് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടും കൃത്യമായ ഒരു റാപ്പോ ബിൽഡപ്പ് ചെയ്യാത്തത് കൊണ്ടൊക്കെ ആയിരിക്കാം അങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിനകത്ത് എന്തൊക്കെ റീസൺസ്, അപ്പോൾ അവരുടെ ലക്ഷ്യങ്ങളെ കുറിച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്. അവരുടെ ലക്ഷ്യങ്ങൾക്ക് നിങ്ങൾ ഇമ്പോർട്ടൻ്റ് കൊടുക്കണം. കഴിയുമെങ്കിൽ അവരുടെ വീടൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്യണം. എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ നിങ്ങൾ കോടികളുടെയും ലക്ഷങ്ങളുടെയും മാത്രം കണക്കുകൾ നിങ്ങളുടെ തലയിലൂടെ ഓടാതെ താഴെ നിൽക്കുന്ന 4 ആൾക്കാർ നിങ്ങളുടെ ബിസിനസ് ഓർഗനൈസേഷനിൽ നിന്ന് മാറിപ്പോയാൽ നിങ്ങളുടെ തോണി ഒരു സൈഡിലേക്ക് ചെരിഞ്ഞു പോകും എന്നുള്ള ബോധം നിങ്ങൾക്ക് ഉണ്ടാവണം. അങ്ങനെ ബോധം ഉണ്ടാകണമെങ്കിൽ കൂടെ നിൽക്കുന്ന സ്റ്റാഫുകളെ സപ്പോർട്ട് ചെയ്യുകയും അവർക്ക് വേണ്ട പൈസ കൊടുക്കണം. മനസ്സ് നിറയെ, കൈ നിറയെ പൈസ കൊടുക്കണം. നിങ്ങൾക്ക് കിട്ടിയിട്ടാണല്ലോ കൊടുക്കുന്നത്.
കിട്ടാതെ കൊടുക്കണ്ട, അവർക്കറിയാലോ എന്തുമാത്രം കിട്ടുന്നുണ്ടെന്ന്. അപ്പോൾ അതിൽ നിന്നും ഒരു ഷെയർ അവർ കൂടി ജീവിക്കട്ടെ. ഈ ലോകത്ത് എല്ലാവരും സന്തോഷത്തോടെ നിങ്ങൾ മുഖാന്തരം ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു സമൂഹം വളരെ നന്നായിട്ട് ജീവിക്കുന്നു എന്ന് കേൾക്കുന്നത്, അതിൽ കൂടുതൽ എന്ത് ആനന്ദമാണ് ഈ ലോകത്തിൽ ജനിച്ചിട്ട് നിങ്ങൾക്ക് കിട്ടാനുള്ളത്. ആർക്ക് അങ്ങനെ കൊടുക്കാൻ പറ്റും? ആർക്ക് പൈസ കൊടുത്ത ഒരാളെ നിരന്തരം സഹായിക്കാൻ പറ്റും? അതിനൊരു പരിധി ഉണ്ടാവും. അപ്പോൾ കൃത്യമായിട്ട് ശമ്പളവും ഇൻസെൻറ്റീവും ബോണസും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നവർ ശരിക്കും ഒരു ഈശ്വരന് തുല്യമായിട്ട് തന്നെ അവർ കാണും എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയൊക്കെയാണ് ഞാൻ കേട്ടിരിക്കുന്നത്, അറിഞ്ഞിരിക്കുന്നത്, മനസ്സിലാക്കിയിരിക്കുന്നത്. അപ്പോൾ പറഞ്ഞു വെച്ചത്, അവരെ കൂടി ചേർത്ത് നിർത്തണം, സ്നേഹത്തോടെ ഇങ്ങനെയൊന്ന് ടച്ച് ചെയ്യണം. ഞാനുണ്ട് നിന്റെ എന്ത് പ്രശ്നങ്ങൾക്കും എന്ന് പറഞ്ഞ് ഒപ്പം നിർത്തണം, തോളോട് തോളെ ചേർത്ത് നിർത്തണം. ഒരു പ്രോബ്ലം വരികയാണെങ്കിൽ, അയാൾക്കൊരു പനി വരികയാണെങ്കിൽ, അയാൾ 2 ദിവസം ഹോസ്പിറ്റലിൽ കിടക്കുകയാണെങ്കിൽ അവിടെ പോയി കാണണം. നിങ്ങൾ ഡിസ്ട്രിബ്യൂട്ടറെന്ന് നിങ്ങൾ അവിടെ പോയി കാണണം. എന്താണ് പ്രശ്നം പറ്റിയെന്ന് ചോദിക്കണം. അല്ലാതെ 4-5 ദിവസം കഴിയുമ്പോൾ ചിലപ്പോൾ ഈ പനിയും കഴിഞ്ഞ് വീട്ടിലും വന്ന് പനിയും കഴിഞ്ഞ് ഓഫീസിലും വന്ന് ജോയിൻ ചെയ്ത് 4 ദിവസം കഴിഞ്ഞ ശേഷം എങ്ങനെയുണ്ടായിരുന്നു പനിയെന്ന് പോലും ചോദിക്കാത്ത മനുഷ്യരുണ്ട്. അവരുടെ ലോകത്തിലൂടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഗ്രോത്ത്, കോടികൾ, അത് മാത്രം ലക്ഷ്യം നോക്കി ജീവിച്ചാൽ ഈ മനുഷ്യൻ എന്ന് പറയുന്ന ജന്മത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. എന്താണ് പ്രത്യേകത? നാളത്തെക്കുറിച്ച്, ഈ കഴിഞ്ഞ നിമിഷത്തെക്കുറിച്ച്, നാളെ എന്ന നിമിഷത്തെക്കുറിച്ച് ഇപ്പോൾ ഈ പ്രസന്റ് കഴിഞ്ഞ് ഫ്യൂച്ചറിൻ്റെ വരുന്ന ഒരു മണിക്കൂറിനെ കുറിച്ച് പോലും നമുക്ക് ആർക്കും പ്രവചിക്കാൻ പറ്റില്ല. ജീവിതത്തിൽ അങ്ങനെയുള്ള എക്സ്പീരിയൻസുകൾ നമ്മൾ നിരന്തരം ഇപ്പോഴും ഓരോ അനുഭവങ്ങളിൽ നിന്നും അറിഞ്ഞുകൊണ്ടും കണ്ടുകൊണ്ടും ഇരിക്കുന്ന ലോകത്താണ് ജീവിക്കുന്നത്. അതുകൊണ്ട് കഴിയുന്നിടത്തോളം മറ്റുള്ളവരെ ചേർത്ത് നിർത്തുകയും അവരുടെ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ എന്തെങ്കിലും ചെയ്തു കൊടുക്കുകയും ചെയ്താൽ അത് നിങ്ങളുടെ ബിസിനസ്സിനെ ഗ്രോത്തിലേക്ക് കൊണ്ടുപോകും എന്നുള്ള കാര്യത്തിൽ യാതൊരു ഡൗട്ടും ഇല്ല. ഡെഫിനറ്റായിട്ടും നിങ്ങൾക്ക് ഗ്രോത്ത് സംഭവിച്ചിരിക്കും. അല്ലെങ്കിൽ ഈശ്വരൻ എന്നുള്ളൊരു പവർ ഇതാരുമില്ലെങ്കിൽ നിങ്ങളെ നേർവഴിക്ക് നടത്തുകയും നിങ്ങൾക്ക് വേണ്ടത് നിങ്ങൾ ഗ്രോത്തിലേക്ക് ഉയർന്നുകൊണ്ടിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. റിയലായിട്ടുള്ള ഒരു സത്യമാണ്, എക്സ്പീരിയൻസ് ആണ്, മറ്റുള്ളവരുടെ അനുഭവങ്ങളും അതൊക്കെ തന്നെയാണ് പറയുന്നത്. എങ്ങനെയൊക്കെ ഇവരെ മോട്ടിവേറ്റ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ഒരു സ്റ്റാഫിന് ഒരു ഡിസ്ട്രിബ്യൂട്ടർ ഒരു 10 കോടി വിൽക്കുന്ന ഒരു ഡിസ്ട്രിബ്യൂട്ടറാണ്, 5 കോടി വിൽക്കുന്ന ഡിസ്ട്രിബ്യൂട്ടറാണ്, അല്ലെങ്കിൽ 50 കോടി വിൽക്കുന്ന ഒരു ഡിസ്ട്രിബ്യൂട്ടറാണ്. അയാൾക്ക് ആ സ്റ്റാഫുകളെ എല്ലാ സ്റ്റാഫുകളെയും അവരുടെ സെയിൽസ് ടേൺ ഓവർ വെച്ചിട്ട് എല്ലാ കമ്പനികളും ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അവർക്ക് നല്ലൊരു എന്തെങ്കിലും ഗിഫ്റ്റുകളോ ക്യാഷ് ഗിഫ്റ്റുകളോ എത്രമാത്രം സെയിൽ നടത്തി അടുത്ത വർഷം ഇത് കൂടുതൽ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു മോട്ടിവേഷൻ അവർക്ക് കൊടുക്കാം. നല്ലൊരു സാമാന്യം ഭേദപ്പെട്ട നല്ലൊരു ഹോട്ടലിൽ, ഒരു സ്റ്റാർ ഹോട്ടലിലൊക്കെ വെച്ചിട്ട് ഒരു ഭക്ഷണമൊക്കെ അവർക്ക് വാങ്ങിച്ചു കൊടുത്തിട്ട് അവരെ മോട്ടിവേറ്റ് ചെയ്യുക. ചെയ്ത കാര്യങ്ങളിൽ ഒരു നന്ദി, ഒരു കൃതജ്ഞത, ഒരു ഗ്രാറ്റിറ്റ്യൂഡ് കാണിക്കുക. എക്സ് എന്നുള്ള ഈ എക്സിക്യൂട്ടീവ് എൻ്റെ സ്ഥാപനത്തിൽ വന്ന് ഇത്രയും സെയിൽ നടത്തി, അത് ഡിസ്ട്രിബ്യൂട്ടർ എന്ന ഞാൻ, വൈ എന്ന ഞാൻ വളരെ സന്തോഷമാണ്, വളരെ ഹാപ്പിയാണ് ഞാൻ. ഇനി അദ്ദേഹത്തിന് ഇതിൽ കൂടുതൽ സെയിൽ നടത്താൻ സാധിക്കട്ടെ. അതിൻ്റെ ഭാഗമായി അദ്ദേഹത്തിന് ഞാനൊരു ഈ 2025 ഒരു അവാർഡ്, എൻ്റെ ഡിസ്ട്രിബ്യൂട്ടർ ലെവലിലുള്ള ഒരു അവാർഡ് ഞാൻ സമ്മാനിക്കുന്നു, ഒരു പൊന്നാട അണിയിക്കുന്നു, ഒരു ക്യാഷ് പ്രൈസ് കൊടുക്കുന്നു. അവർക്കെന്ത് സന്തോഷമായിരിക്കും, അവരുടെ മനസ്സ് നിറയും, കോരിത്തെരിക്കും. ഈ എക്സിക്യൂട്ടീവ് മാർക്കറ്റിംഗിന് ഉള്ളവരെ ബൂസ്റ്റപ്പ് ചെയ്ത് വിടാൻ കഴിഞ്ഞിരിക്കണം ഒരു ഡിസ്ട്രിബ്യൂട്ടർക്ക്, ഒരു കമ്പനിക്കായാലും കഴിഞ്ഞിരിക്കണം. പിന്നെ എന്തൊക്കെ രീതിയിൽ ചെയ്യാൻ പറ്റും? ക്യാഷ് പ്രൈസിൻ്റെ കാര്യം പറഞ്ഞു. പിന്നെ നമുക്ക് ഗ്രൂപ്പായിട്ട് അവർക്ക് സേഫ്റ്റി മെഷേഴ്സിന് വേണ്ടി ഒരു മെഡിക്ലെയിം ഇൻഷുറൻസ് ഒക്കെ എടുത്ത് കൊടുക്കാം നിങ്ങൾക്ക് കഴിയുമെങ്കിൽ. കാരണം ഫീൽഡിൽ ജോലി ചെയ്യുന്നവരാണ്. എന്തെങ്കിലും ഒരു ബൈക്ക് പറഞ്ഞു വീണാൽ മതി, കാറിലായാലും എന്തായാലും ഇഷ്യൂകളൊക്കെ വരാം. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരാതിരിക്കാൻ ചെറിയൊരു മെഡിക്കൽ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാം.
ആ ഫാമിലിയെ കൂടി ഗ്രൂപ്പായിട്ട് ഫാമിലിയെ കൂടി ചേർക്കുകയാണെങ്കിൽ എന്ത് സന്തോഷമായിരിക്കും അവർക്ക്. കാരണം ഈ സാലറിക്ക് ജീവിക്കുന്ന ആൾക്കാർക്ക് എല്ലാവർക്കും വീതം വെച്ച് കൊടുക്കുമ്പോൾ അവസാനം പൈസ ഒന്നും തികഞ്ഞൊന്നും വരില്ല. ഫിക്സഡ് സാലറി ജീവിക്കുന്ന ആൾക്കാരുടെ ജീവിതങ്ങൾ എങ്ങനെയാണ്. എംപ്ലോയി ആയവർ ഒരു എംപ്ലോയർ ആയി മാറുമ്പോൾ അവർക്ക് കുറച്ചുകൂടി തീഷ്ണമായിട്ട് അത് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ മെഡിക്ലെയിമായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കാൻ പറ്റും അവർക്ക്. ഗ്രൂപ്പായിട്ട് കൊടുക്കുമ്പോൾ ആ ഫാമിലിക്ക് എന്ത് പ്രശ്നം വന്നാലും നമുക്കൊരു ഉറപ്പുണ്ട്, ഇത്രയും പൈസ കിട്ടുന്നുള്ള കാര്യത്തിൽ. ഒരു 2 lakhs ഒരു പാക്കേജ് ആണെങ്കിൽ സാമാന്യ പ്രശ്നങ്ങളൊക്കെ തീർന്നു പൊക്കോളും. ശരിയല്ലേ? അപ്പോൾ പിന്നെ അവിടെ തന്നെ നിന്ന് കളയാമെന്ന് അയാളുടെ വൈഫോ കുടുംബമോ ഇവിടെ തന്നെ നിൽക്കൂ എന്ന് ചിലപ്പോൾ ഈ എക്സിക്യൂട്ടീവിൻ്റെ അടുത്ത് റെക്കമെൻഡ് ചെയ്യാം. പിന്നെ എങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും? അത് കുറച്ച് പൈസ നിങ്ങളെടുത്തായാലും അവരെടുത്തിട്ട് കമ്പൈൻ ചെയ്തിട്ടാണെങ്കിലും അങ്ങനെയുള്ളൊരു കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുക. നല്ല അവരെ ഒരു ടൂർ പാക്കേജ് കൊടുക്കുക, ഫാമിലി ആയിട്ടുള്ള ടൂർ പാക്കേജ് കൊടുക്കുക. അതാണ് കുറച്ചുകൂടി ബെറ്റർ. അല്ലെങ്കിൽ എല്ലാ ടീം മെമ്പേഴ്സിനും ഒരു സ്പെസിഫിക് ഏരിയയിലേക്ക് പോവുക, അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സിനൊക്കെ ഒരു ചെറിയ ടൂർ പാക്കേജ്. വലിയ പൈസയൊന്നുമില്ല, ഇപ്പോൾ വളരെ കോമ്പറ്റീറ്റീവായിട്ടാണ് പോകുന്നത് ടൂർ പാക്കേജൊക്കെ. അപ്പോൾ വളരെ നെഗോഷ്യബിളായിട്ട് നല്ല ഒരു പ്രൈസിങ്ങിലൊക്കെ കിട്ടും. ഒരു ഗ്രൂപ്പായിട്ട് 5, 10, 15 എടുക്കുമ്പോൾ നമുക്കൊരു പാക്കേജിലൊക്കെ കിട്ടും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുക. അതൊക്കെ ഒരു മോട്ടിവേഷനാണ് ചെയ്തു കൊടുക്കാൻ പറ്റുന്നത്. അവർ മെൻ്റൽ റിലാക്സേഷന് വേണ്ടി ഇന്നിപ്പോൾ എല്ലാം ആൾക്കാരും നോക്കുന്നത് മെൻ്റൽ റിലാക്സേഷൻ, മാനസിക ആരോഗ്യം, ശാരീരിക ആരോഗ്യത്തോടൊപ്പം തന്നെ മാനസിക ആരോഗ്യം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എന്തൊരു പ്രോബ്ലം വരുമ്പോൾ ഒരു ഹോസ്പിറ്റലിലേക്ക് കയറുമ്പോഴാണ് നമ്മൾ അറിയുള്ളൂ. ഒരു പനിയായിട്ട് എന്നെ ഹോസ്പിറ്റലിൽ പോകുന്നതിന് ഇപ്പോൾ 1000-1500 രൂപയിലേക്ക് വരും. അപ്പോൾ ഇങ്ങനെയുള്ള മെഡിക്കൽ ക്ലെയിമൊക്കെ എടുത്ത് കൊടുക്കുമ്പോൾ അത് വളരെ ബെനിഫിറ്റ് ആണ് എന്നാണ് ഞാൻ പറഞ്ഞു വയ്ക്കാൻ ശ്രമിക്കുന്നത്. പിന്നെ ഇതുപോലെ ആദ്യം പറഞ്ഞാണ് ഫാമിലി ഇടയ്ക്ക് വന്ന് സപ്പോർട്ട് ചെയ്യുക, അവരെ ഒരു ഫാമിലി ഗെറ്റ് ടുഗദറൊക്കെ വയ്ക്കുക. അപ്പോൾ അവരെ നിങ്ങളുടെ ഡിസ്ട്രിബ്യൂട്ടർ എന്ന നിങ്ങളുടെ ഫാമിലിയും സ്റ്റാഫുകളുടെ ഫാമിലിയും എല്ലാം കൂടി ഓഫീസിലോ എവിടെയെങ്കിലും ഒരു ഗെറ്റ് ടുഗദർ വയ്ക്കുക. വലിയ പേയ്മെൻറ്റിൽ ഒരു മനുഷ്യന് ഭക്ഷണം വാങ്ങിക്കൊടുക്കുന്നൊരു കാര്യമല്ലേ, അത് പുണ്യപ്രവൃത്തി തന്നെയാണ്. ഒരു ചെറിയ ഭക്ഷണം ഒരാൾക്ക് ഒരു നേരത്തേക്ക് നല്ലൊരു ഭക്ഷണം ഒരാൾക്ക് വാങ്ങിച്ചു കൊടുക്കുമ്പോൾ അവർക്ക് മനസ്സ് സന്തോഷമാവും, വയറെന്നറിയും. കാശ് പോലെ എപ്പോഴെപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല. വയറ് നിറഞ്ഞു കഴിഞ്ഞാൽ മതിയെന്ന് തന്നെ പറയും. അതുകൊണ്ട് നന്നായിട്ട് ഒരു ഗെറ്റ് ടുഗദറൊക്കെ നടത്തി ഫുഡൊക്കെ വാങ്ങിച്ചു കൊടുത്ത് അവരുടെ ചെറിയ എന്തെങ്കിലും പ്രോഗ്രാമുകളോ കലാപരിപാടികളോ വെച്ച് എല്ലാവരും മോട്ടിവേറ്റ് ചെയ്ത് ഒന്ന് കോർഡിനേറ്റ് ചെയ്ത് നിർത്താൻ പറ്റിയാൽ അത് നിങ്ങൾക്ക് ബെനിഫിറ്റ് ആയിട്ട് തന്നെ നിങ്ങളുടെ ഡിസ്ട്രിബ്യൂഷൻ ഷിപ്പിന് ബെനിഫിറ്റ് ആവും. ഇങ്ങനെയുള്ള ആരെങ്കിലും ഹോസ്പിറ്റലൈസ് ആയാൽ പോയി കാണുക. ഫാമിലി മെമ്പേഴ്സ് കല്യാണങ്ങൾ, മാരേജുകൾ വന്നിട്ടുണ്ടെങ്കിൽ അവിടെ പോയി ഒരു ഗിഫ്റ്റൊക്കെ കൊടുക്കുക. എന്തെങ്കിലും മരണാവശ്യങ്ങൾ, പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അവിടെ അത് അറ്റൻഡ് ചെയ്യുക. ആ സ്റ്റാഫുകളുടെ ആയാലും അങ്ങനെ റിലേഷൻ ബേസ് ആയാലും അതൊക്കെ കഴിയുന്നിടത്തോളം അറ്റൻഡ് ചെയ്യുക. അങ്ങനെയുള്ള അങ്ങനെയൊക്കെ പ്രാധാന്യം കൊടുത്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങളുടെ ഡിസ്ട്രിബ്യൂഷൻ ഷിപ്പ് വളരെ ഉയരങ്ങളിലേക്ക് വളരും എന്നുള്ള കാര്യത്തിൽ എഴുതി വച്ചോളൂ. ഡെഫിനറ്റായ സത്യങ്ങളാണ്, സംഭവിച്ച റിയാലിറ്റികളാണ്. ഓൾ ദ ബെസ്റ്റ്.